നമസ്കാരം. മറ്റൊരു ടോപ്പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ആഴ്ച സൈബർ സെക്യൂരിറ്റി ആയിരുന്നു ടോപ്പിക്ക്. ഇന്നും വളരെ സിമ്പിളായ എല്ലാവർക്കും യൂസ്ഫുള്ളായ ടോപ്പിക്കുമായാണ് വന്നിരിക്കുന്നത്. ഒരു ലാപ്ടോപ്പിലാകട്ടെ, ഒരു ഡെസ്ക്ടോപ്പിലാകട്ടെ, ഒരു OS എങ്ങനെ സ്വന്തമായി ഇൻസ്റ്റാൾ ചെയ്യാം നോക്കാം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സ്റ്റേ ട്യൂൺ. യെസ്, ലിനക്സ് ഡിസ്ട്രോയിൽ ഉൾപ്പെടുന്ന ഉബുണ്ടു ആണെന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്താണ് ലിനക്സ് ഡിസ്ട്രോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ? നമുക്കറിയാം, ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ അത് മോഡിഫൈ ചെയ്യാനുള്ള പെർമിഷൻ എല്ലാ യൂസർക്കും ഉണ്ട്. അപ്പോൾ ലിനക്സിൻ്റെ കേർണൽ യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റംസാണ് ലിനക്സ് ഡിസ്ട്രോ എന്ന് അറിയപ്പെടുന്നത്. ഇതിന് ധാരാളം എക്സാമ്പിൾസ് ഉണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൽ ധാരാളം അവൈലബിൾ ആണ്. ഫെഡോറ, ഉബുണ്ടു, ആൻഡ്രോയിഡ്, കാളി ലിനക്സ്, ലിനക്സ് മിൻറ്റ്, ഇതെല്ലാം ഡിസ്ട്രോയ്ക്ക് എക്സാമ്പിളാണ്. അതിൽ ഏറ്റവും പോപ്പുലറായ ഉബുണ്ടു ആണ് ഇന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ സ്വന്തമായി ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന്. ഉബുണ്ടു 2 മെത്തേഡിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്ന് മൾട്ടി ബൂട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, 2 ഉബുണ്ടു മാത്രമായി ഇൻസ്റ്റാൾ ചെയ്യാം. മൾട്ടി ബൂട്ട് എന്ന് പറയുമ്പോൾ ഒരു സിസ്റ്റത്തിനകത്ത് 2 OS ഉണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ വിൻഡോസ് അതുപോലെ തന്നെ ഉബുണ്ടു, ഈ 2 OSും കൂടി ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് ആവശ്യാനുസരണം സ്വിച്ച് ചെയ്യുന്ന മെത്തേഡാണ് മൾട്ടി ബൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുവാൻ ആദ്യം നമുക്ക് ഉബുണ്ടുവിൻ്റെ സൈറ്റിൽ നിന്ന് ISO ഡൗൺലോഡ് ചെയ്യണം. അതിനുശേഷം ഒരു USB ഡിവൈസിനെ, അതായത് ഒരു പെൻഡ്രൈവിനെ ബൂട്ടബിൾ ആക്കണം. ഇത് രണ്ടും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ക്രോം ഓപ്പൺ ചെയ്ത് ഉബുണ്ടു ഡൗൺലോഡ് ചെയ്യുകയാണ്. ഉബുണ്ടു ഡൗൺലോഡ്. ഇവിടെ ഡെസ്ക്ടോപ്പ് വേർഷനാണ് സെലക്ട് ചെയ്യേണ്ടത്, ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും. സോ ഉബുണ്ടു 20 ഡെസ്ക്ടോപ്പ് വേർഷൻ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഡൗൺലോഡ് നൗ കൊടുക്കുന്നു. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിത് ക്യാൻസൽ ചെയ്യുവാണ്. ക്യാൻസൽ കൊടുക്കുന്നു. ഇനി നമുക്ക് ഒരു പെൻഡ്രൈവിനെ ബൂട്ടബിൾ ആക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ടൂള് വിൻഡ് ഫ്ലാഷ് എന്ന ടൂളാണ്. ഞാൻ വിൻഡ് ഫ്ലാഷ് ഓപ്പൺ ചെയ്ത് പെൻഡ്രൈവിനെ ബൂട്ടബിൾ ആക്കാൻ പോവുകയാണ്. ഞാൻ ഓൾറെഡി പെൻഡ്രൈവ് USB-യിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വിൻഡ് ഫ്ലാഷിൻ്റെ ഹോം സ്ക്രീൻ. ഇവിടെ 2 ഓപ്ഷൻ അവൈലബിൾ ആണ്: വിൻഡോസ് സെറ്റപ്പ് ബൂട്ടബിൾ USB വിസാർഡ്, അതുപോലെ മൾട്ടി ബൂട്ട് USB ഡ്രൈവ് ക്രിയേഷൻ മെനു. ഞാനിവിടെ സെക്കൻഡ് ഓപ്ഷൻ മൾട്ടി ബൂട്ട് USB ഡ്രൈവ് ക്രിയേഷൻ മെനു ആണ് യൂസ് ചെയ്യുന്നത്. ഞാനത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ ISO ഫയൽ ആഡ് ചെയ്യുന്നു. ഇവിടെ പെൻഡ്രൈവ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട്. സാൻഡിസ്കിൻ്റെ പെൻഡ്രൈവാണ് 8 GB. ഞാനിവിടെ ISO ആഡ് ചെയ്യാൻ പോകുന്നു. ആദ്യം നമുക്ക് ഉബുണ്ടു സെലക്ട് ചെയ്യാം. ഉബുണ്ടു വേർഷൻ ഒരു പക്ഷേ കറക്റ്റായിട്ട് കിട്ടിയെന്ന് വരത്തില്ല, അത് കുഴപ്പമുള്ള കാര്യമില്ല. ഇത് ജസ്റ്റ് ആ മെനുവിൽ കാണിക്കുന്ന നെയിം മാത്രമാണ്. അപ്പോൾ ഞാനിവിടെ ഉബുണ്ടു 16 തന്നെ കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഞാൻ സെലക്ട് ഡിസ്ക് മാനുവലി കൊടുത്തിട്ട് ISO ഫയൽ ബ്രൗസ് ചെയ്ത് കൊടുക്കുവാണ്. ഞാനിവിടെ ഉബുണ്ടു ഡെസ്ക്ടോപ്പ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ആഡ് കൊടുക്കുന്നു. ഇനി റണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ പെൻഡ്രൈവിനെ ബൂട്ടബിൾ ആക്കാൻ സാധിക്കും. ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. സോ ഞാനിത് സ്കിപ്പ് ചെയ്യുവാണ്. വേറെ ഇവിടെ അഡീഷണൽ ഒരു ടാസ്കും വരുന്നില്ല. ജസ്റ്റ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെൻഡ്രൈവ് ബൂട്ടബിളായി മാറും. അതിനുശേഷം ആ പെൻഡ്രൈവ് USB-യിൽ കണക്ട് ചെയ്ത് സിസ്റ്റം റീബൂട്ട് ചെയ്ത് ബയോസിൽ ബൂട്ട് ഡിവൈസ് പെൻഡ്രൈവ് ആക്കി കൊടുക്കണം. അല്ലാതെ തന്നെ ഡയറക്റ്റ് ബൂട്ട് മെനു ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. HP-ക്ക് ആണെങ്കിൽ F10, അല്ലെങ്കിൽ പല സിസ്റ്റത്തിനും പല കീ ആണ്. മാനുഫാക്ചറുടെ സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഏത് കീ ആണ് ബയോസ് അല്ലെന്നുണ്ടെങ്കിൽ ബൂട്ട് ഡിവൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് നോക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് OS ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഉബുണ്ടുവിൻ്റെ OS ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം.
പെൻഡ്രൈവിനെ ബൂട്ടബിൾ ആക്കുക. ബൂട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഉബുണ്ടുവിൻ്റെ സ്ക്രീൻ കാണും. അവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ട്രൈ ഉബുണ്ടു, ഇൻസ്റ്റാൾ ഉബുണ്ടു. നമ്മൾ ഇൻസ്റ്റാൾ ഉബുണ്ടു ആണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉബുണ്ടു 2 മെത്തേഡിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഒന്ന് നോർമൽ ഇൻസ്റ്റാളേഷൻ, 2 മൾട്ടി ബൂട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. മൾട്ടി ബൂട്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു വിൻഡോസ് 10 ഇൻസ്റ്റാൾഡ് ആണെങ്കിൽ ആ കൂടെ തന്നെ ബൂട്ട് ചെയ്യാവുന്ന രീതിയിലാണ് മൾട്ടി ബൂട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആവശ്യാനുസരണം നമുക്ക് ഉബുണ്ടുവിലേക്കും അതുപോലെ വിൻഡോസിലേക്കും സ്വിച്ച് ചെയ്യാൻ സാധിക്കും. മൾട്ടി ബൂട്ടായിട്ട് തന്നെ നമുക്ക് 2 മെത്തേഡ് യൂസ് ചെയ്യാം. ആദ്യത്തേത് ഓട്ടോമാറ്റിക്കലി ഉബുണ്ടു തന്നെ കറണ്ട് OS ഡിറ്റക്റ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതും. രണ്ടാമത്തത് നമുക്ക് മാനുവലി എന്ത് ചെയ്യാൻ സാധിക്കും, ഹാർഡ് ഡിസ്ക് സ്പേസ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ആദ്യമേ ഹാർഡ് ഡിസ്ക് ഫ്രീ ആക്കേണ്ടതുണ്ട്. അതെങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു. വിൻഡോസ് 10ൻ്റെ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസിൽ നിന്ന് കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്യുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ടൂൾസ് എടുക്കുന്നു, കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് എടുക്കുന്നു. കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റിൽ നിന്ന് സ്റ്റോറേജ് ഓപ്പൺ ചെയ്യുന്നു, ഡിസ്ക് മാനേജ്മെൻറ്റ്. ഇവിടെ നമുക്ക് ഡിസ്ക് സ്പേസ് ഫ്രീ ആക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ വോളിയം ശ്രിങ്ക് ചെയ്യുന്നു, ശ്രിങ്ക് കൊടുക്കുന്നു. ഇത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഹാർഡ് ഡിസ്ക് ഡീറ്റെയിൽസ് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് എത്രയാണോ ശ്രിങ്ക് ചെയ്യേണ്ടത് ആ വോളിയം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷം വോളിയം ശ്രിങ്ക് ചെയ്തെടുക്കണം. ഇവിടെ നമുക്ക് എത്രയാണ് ശ്രിങ്ക് ചെയ്യേണ്ടത് ആ ഒരു എമൗണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ആ ഒരു വാല്യൂ ടൈപ്പ് ചെയ്യാം. MBയിലാണ് ടൈപ്പ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ നമുക്ക് 10 GB ആണെന്നുണ്ടെങ്കിൽ 1024 × 10 എന്ന വാല്യൂ നമുക്ക് കൊടുത്ത് ശ്രിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ 10 GB നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ആ 10 GB നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. 10 GB എന്നൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. ഒരു 50 to 70 GB വരെ കൊടുക്കുന്നതാകും നല്ലത്. അത്യാവശ്യം യൂസർ ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ നമുക്ക് സൈസ് ആവശ്യമാണ്. കുറച്ച് ടൈം എടുക്കും. ഒന്ന് വെയിറ്റ് ചെയ്താൽ ഒരു ന്യൂ സിമ്പിൾ വോളിയമായിട്ട് ക്രിയേറ്റ് ചെയ്യും. പിന്നീട് അത് ഫോർമാറ്റ് ചെയ്യേണ്ട ഒന്നും കാര്യമില്ല. ന്യൂ സിമ്പിൾ വോളിയമായിട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പോൾ 10 GB അൺഅലോക്കേറ്റഡ് എന്നാണ് കാണിക്കുന്നത്. ഇത് ഇത്രയും ചെയ്താൽ മതി. ബാക്കി ഉബുണ്ടു പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്തതിന് ശേഷം നോക്കാം. അപ്പോൾ വിൻഡോസ് യൂസ് ചെയ്ത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുവാൻ ഒരു ഡിസ്ക് സ്പേസ് ഫ്രീ ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് പെൻഡ്രൈവിൽ നിന്ന് ബൂട്ട് ചെയ്തു. ഇവിടെ 2 ഓപ്ഷൻ കാണാം, ട്രൈ ഉബുണ്ടു, ഇൻസ്റ്റാൾ ഉബുണ്ടു. ഞാനിവിടെ ഇൻസ്റ്റാൾ ഉബുണ്ടു ആണ് കൊടുക്കുന്നത്. അടുത്ത ഓപ്ഷൻ കീബോർഡ് ലേഔട്ടാണ്. ഞാൻ ഇവിടെ ഇംഗ്ലീഷ് US സെലക്ട് ചെയ്തിട്ടുണ്ട്, കണ്ടിന്യൂ കൊടുക്കുന്നു. അടുത്തത് അപ്ഡേറ്റ്സ് ആൻഡ് അതർ സോഫ്റ്റ്വെയർ എന്നുള്ള ഓപ്ഷനാണ്. ഇവിടെ ഞാൻ നോർമൽ ഇൻസ്റ്റാളേഷൻ ആണ് കൊടുക്കുന്നത്. അതുപോലെ ഞാൻ ഈ 2 ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നു, അതർ 2 ഓപ്ഷൻ ടിക്ക് ചെയ്യുന്നു. അതിൽ ആദ്യത്തേത് ഡൗൺലോഡ് അപ്ഡേറ്റ്സ് വൈൽ ഇൻസ്റ്റാളിംഗ് ഉബുണ്ടു ആണ്. രണ്ടാമത്തെ ഓപ്ഷൻ ഇൻസ്റ്റാൾ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഫോർ ഗ്രാഫിക്സ് ആൻഡ് വൈഫൈ ഹാർഡ്വെയർ ആൻഡ് അഡീഷണൽ മീഡിയ ഫോർമാറ്റ്സ്. അത് ഞാൻ ടിക്ക് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു. അടുത്ത ഓപ്ഷൻ ഇൻസ്റ്റാളേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ളതാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നു മൾട്ടി മോഡ് 2 മെത്തേഡ് ചെയ്യാമെന്ന്. ആദ്യത്തേത് ഓട്ടോമാറ്റിക്കലി ഉബുണ്ടു തന്നെ കറണ്ട് OS ഡിറ്റക്റ്റ് ചെയ്ത് എലോങ് വിത്ത് വിൻഡോസ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് തരും. അവിടെ ജസ്റ്റ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി തന്നെ ഉബുണ്ടു ഇൻസ്റ്റാൾ ആയിക്കോളും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫ്രീ സ്പേസ് സെലക്ട് ചെയ്ത് ഹോം പാർട്ടീഷനും റൂട്ട് പാർട്ടീഷനും സെപ്പറേറ്റ് നമ്മൾ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ സംതിങ് എൽസ് ആണ് ഞാനിപ്പോൾ കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫ്രീ സ്പേസ് കാണാനില്ല. അതിൻ്റെ കാരണം ഞാൻ മറ്റൊരു സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാകണ്ട. നമ്മൾ ആദ്യം തന്നെ വിൻഡോസിൽ ഫ്രീ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിൻഡോയിൽ അത് കാണാൻ സാധിക്കും. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ ഞാൻ വേറെ സിസ്റ്റം ആയതുകൊണ്ട് ന്യൂ പാർട്ടീഷൻ ടേബിൾ കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെയാണ് ഫ്രീ സ്പേസ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഞാൻ റൂട്ട് പാർട്ടീഷന് വേണ്ടിയിട്ടുള്ള ഫയൽ സിസ്റ്റത്തിൻ്റെ സൈസ് പറഞ്ഞു കൊടുക്കുന്നു. ഹാർഡ് ഡിസ്കിൻ്റെ സ്പേസ് ആണ് കൊടുക്കുന്നത്.
ഞാനിവിടെ 10 GB ആണ് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ യൂസ് ആസ് ext4 ജേർണലിംഗ് ഫയൽ സിസ്റ്റമാണ് കൊടുക്കേണ്ടത്. മൗണ്ട് പോയിൻ്റ് /റൂട്ട് ഞാൻ ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ext4 എന്ന പാർട്ടീഷൻ ആയിട്ടുണ്ട്. അടുത്ത ഞാൻ ഹോം പാർട്ടീഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഫ്രീക്വൻസി ക്ലിക്ക് ചെയ്ത് വീണ്ടും പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ പെൻഡിങ് ഉള്ള സൈസ് ഞാൻ ആഡ് ചെയ്യുകയാണ്. അതിനുശേഷം ഞാൻ ext4 ജേർണലിംഗ് ഫയൽ സിസ്റ്റം തന്നെ യൂസ് ചെയ്യുന്നു. അതിനുശേഷം ഞാനിവിടെ പ്രൈമറി തന്നെ ആക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഹോം സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇവിടെ ഒരു പാർട്ടീഷൻ കൂടെ ആഡായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 പാർട്ടീഷൻ കാണാം, SDA1 റൂട്ട് പാർട്ടീഷനും SDA2 ഹോം പാർട്ടീഷനും. ഇനി ഞാൻ ഇൻസ്റ്റാൾ നൗ കൊടുക്കുകയാണ്. ഇവിടെ ഒരു കൺഫർമേഷൻ വിൻഡോ വരുന്നുണ്ട്. അവിടെ ചോദിക്കുന്നത് റൈറ്റ് ദ ചേഞ്ചസ് ടു ദി ഡിസ്ക്. കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ ലൊക്കേഷൻ സെലക്ട് ചെയ്യണം. ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിട്ടത് കൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ലൊക്കേഷൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിന്യൂ കൊടുക്കുന്നു. ഇവിടെ യൂസർ നെയിം കൊടുക്കുകയാണ്. അതുപോലെ പാസ്വേഡും കൊടുക്കുന്നു. കണ്ടിന്യൂ കൊടുക്കുന്നു. ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ലെങ്തി പ്രോസസ്സാണ്, അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. ഇനി ഇവിടെ അഡീഷണൽ കോൺഫിഗറേഷൻസ് ഒന്നും വരുന്നില്ല. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ സ്ക്രീൻ കിട്ടും. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപ്പോൾ ആ സ്ക്രീനിലേക്ക് നമുക്ക് പോകാം. ഉബുണ്ടു ഇൻസ്റ്റാളേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടെന്ന് പറയുന്നത് എങ്ങനെയാണ് മൾട്ടി ബൂട്ട് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് സ്പേസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഏത് ഫയൽ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ ഡയറക്ടറിയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് തുടങ്ങിയവയാണ്. അതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ വീഡിയോ പൂർണ്ണമായി കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെയാണ് ഒരു സിസ്റ്റത്തിൽ സ്വന്തമായി ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. പെട്ടെന്നൊരു OS ക്രാഷ് ആയി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. വിൻഡോസും ഇതുപോലെ തന്നെയാണ്, വളരെ ഈസിയാണ്. അത് ഞാൻ മറ്റൊരു ടോപ്പിക്കിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വാല്യുബിൾ ആണ്. തുടർന്ന് വളരെ യൂസ്ഫുള്ളായ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം.